ടെലിവിഷൻ റേറ്റിംഗിലെ ചാനലുകളുടെ സ്ഥാനങ്ങൾ ഇനി അങ്ങോട്ട് മാറി മറിയാൻ പോവുകയാണ് ഗൈസ്. ചിലപ്പോൾ ഒന്നാമതിരുന്നയാൾ താഴേക്കും പിന്നിലുള്ള ചാനൽ മുന്നിലേക്കും മാറാം. എങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അതായത് നിലവിൽ ഈ TRP റേറ്റിംഗ് കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് TV-യിലൂടെ കാണുന്നവരുടെ എണ്ണം മാത്രമാണ്. ബട്ട് ഇനി അങ്ങോട്ട് ഓൺലൈൻ പ്രേക്ഷകരുടെ എണ്ണം കൂടി കണക്കാക്കും. മാറിയ സാമൂഹ്യ സാഹചര്യവും പരമ്പരാഗത രീതിയിലെ പോരായ്മകളും കണക്കിലെടുത്താണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ഈ തീരുമാനം. കംപ്ലീറ്റ് ആയ റേറ്റിംഗ് ഫലത്തിനായി സ്ട്രീമിംഗ് ഡിവൈസ്, മൊബൈൽ ആപ്പുകൾ, സ്മാർട്ട് TVകൾ എന്നിവയിലെ പ്രേക്ഷകരെ കൂടി ഇനി കണക്കിലെടുക്കണം. അതിനാൽ നിലവിലെ റേറ്റിംഗ് കൃത്യത ഉറപ്പാക്കുന്നില്ലെന്നാണ് മന്ത്രാലയം വിലയിരുത്തുന്നത്. റേറ്റിംഗ് സംവിധാനം പരിഷ്കരിക്കാനുള്ള കരട് ചട്ടം പൊതുജനാഭിപ്രായത്തിനായി പ്രസിദ്ധീകരിച്ചും കഴിഞ്ഞു. ഒരു പ്രത്യേക കാലയളവിൽ എത്ര സമയം ഏതൊക്കെ വിഭാഗം പ്രേക്ഷകർ ചാനലുകൾ എത്ര സമയം കണ്ടു എന്നതാണ് ഈ പറയുന്ന TRP. ഇത് കണക്കാക്കുന്നത് വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പീപ്പിൾ മീറ്റർ ഉപയോഗിച്ചാണ്. നമ്മുടെ രാജ്യത്ത് 23 കോടിയോളം വീടുകളുണ്ട്. ഇതിൽ 58,000 വീടുകളിൽ മാത്രമാണ് ഈ പറയുന്ന മീറ്റർ ഉള്ളത്. അതായത് 0.25% മാത്രം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശം 1,00,000 വീടുകളെങ്കിലും ഇത് സ്ഥാപിക്കണം എന്നതാണ്. ഇപ്പോൾ നിലവിൽ ബാർക്ക് എന്ന ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്ന ഏജൻസി മാത്രമാണ് റേറ്റിംഗ് രംഗത്തുള്ളത്. പക്ഷേ പുതിയ കരട് ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ ഈ മേഖലയിലേക്ക് പുതിയ ഏജൻസികളെ ആകർഷിക്കുമെന്നും മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. ഇത് സത്യസന്ധമായ റേറ്റിംഗ് ഫലങ്ങളെ സൃഷ്ടിക്കാനാണ് സാധ്യതയെങ്കിലും എത്രത്തോളം അത് ആ രീതിയിൽ നടപ്പാകുമെന്ന് സംശയിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ തീരുമാനം ഒരേ സമയം പലർക്കും സന്തോഷവും ചിലർക്ക് ടെൻഷനും നൽകുന്നതാണെന്നതിൽ സംശയമില്ല. ആര് വാഴും ആര് വീഴുമെന്ന് വഴിയേ അറിയാം.